ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നു. ഷോർട്സോടൊക്കെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സമൂസയാണ്. ഒരു 10-15 സമൂസയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൈദ 2.5 കപ്പ്, പൊട്ടറ്റോ 3 എണ്ണം, ഓനിയൻ 3 എണ്ണം, ടർമറിക് 1/2 ടീസ്പൂൺ, ചില്ലി പൗഡർ 1 ടീസ്പൂൺ, കൊറിയാണ്ടർ പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, സോൾട്ട് നിങ്ങൾ ടേസ്റ്റിന് വേണ്ടി എടുത്താൽ മതി. അപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. അതുപോലെ ഫെനൽ സീഡ് 1/2 ടീസ്പൂൺ, കൊറിയാണ്ടർ ലീവ്സ് 2 സ്ട്രിങ്സ്, ഓയിൽ 2 ടേബിൾ സ്പൂൺ, അതുപോലെ കറി ലീവ്സ് നമുക്കൊരു 2 സ്ട്രിങ്സ്. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. മൈദ ആ ഒരു സെയിം ടെക്സ്ചറിൽ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് പൊട്ടറ്റോ ഇതുപോലെ വേവിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പരത്തണം. വലുതായിട്ട് തന്നെ പരത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. 2 സൈഡും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക. അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു നീളത്തിൽ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പെരിഞ്ചീരകം ഇടുക. നമ്മുടെ ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ഇടുക. അതേപോലെ കുറച്ച് കറി ലീവ്സ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് സവാള ഇടാം. സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ സമൂസയ്ക്ക് ഈ കോൺ ഉണ്ടാക്കുമ്പോഴത്തേന് ഒരു എളുപ്പ വഴിയുണ്ട്. അത് ഈ കോണോട് കോണ് ചേർത്ത് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഒരു സൈഡിൽ മാവ് തേച്ച് കൊടുത്താൽ മതി. മാവെടുത്ത് കുറച്ച് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിടിക്കാനും പറ്റും. അത് മാത്രം നല്ലൊരു കോൺ ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് സമൂസയുടെ ഒരു ഷേപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കോണിലേക്ക് മസാല ഇങ്ങനെ ഫില്ല് ചെയ്ത ശേഷം ഇങ്ങനെ നിറച്ച് കൊടുക്കുക. 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ എടുത്ത് ഫില്ല് ചെയ്യുക. ഒരുപാട് അങ്ങ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. എന്നിട്ട് ആ മുകൾ ഭാഗം നമ്മൾ മറ്റേ സൈഡിൽ ഒട്ടിച്ച പോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഈ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. സൈഡ് തേച്ച് കൊടുക്കുമ്പോഴത്തേനും അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒപ്പിച്ചെടുക്കാം. കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മൈദയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ മൈദയാണ് പെട്ടെന്ന് ഒട്ടാനും എളുപ്പം. അപ്പോൾ മൈദ തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് നമുക്കൊരു സമൂസയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ച ശേഷം നമുക്ക് ബാക്കി വറുത്തെടുക്കാം.
അപ്പോൾ ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇതുപോലെ കോണോട് കോണ് നേരെ എടുത്തിട്ട് കോണോട് കോണ് ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് മൈദാമാവ് നമ്മൾ പേസ്റ്റാക്കി വെച്ചേക്കുന്നത് തേച്ച് കൊടുക്കുക. ബാക്കിയൊക്കെ പഴയതുപോലെ തന്നെ ആ കോണിലേക്ക് മസാല ഇട്ട ശേഷം വീണ്ടും ആ മുകളിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ലെവലിൽ സമൂസ സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസ നമ്മൾ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളത് ഓയിലെടുത്തു. ഓയിലിലേക്ക് ഇങ്ങനെ പതുക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഓഫ് യുവർ പായ്പാടം.